ഒരു ചോദ്യം. ഒരു ഹോട്ടൽ റൂം ഒരു രാത്രി ഒഴിഞ്ഞാൽ ആ ദിവസത്തെ വരുമാനം എന്നേക്കുമായി നഷ്ടമാകും. കാരണം ഇന്ന് ഒഴിഞ്ഞ റൂം നാളെ ഇന്നത്തേതുപോലെ വീണ്ടും വിൽക്കാൻ കഴിയില്ല. അപ്പോൾ വലിയ ഹോട്ടലുകൾ എങ്ങനെ ഇന്നും കോടികൾ സമ്പാദിക്കുന്നു? ഇതിനു പിന്നിൽ വളരെ ബുദ്ധിപരമായ ഒരു ബിസിനസ് സ്ട്രാറ്റജിയുണ്ട്. ഇന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആദ്യം, ഒരു ഹോട്ടലിൽ 100 റൂംസ് ഉണ്ടെന്ന് കരുതൂ. അതിൽ 20 റൂംസ് ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ആ ദിവസത്തെ ആ 20 റൂംസിന്റെ വരുമാനം ശാശ്വതമായി നഷ്ടമാകും. അതുകൊണ്ടാണ് ഹോട്ടൽ ബിസിനസ്സിൽ ഓരോ റൂമും ഫിൽ ചെയ്യുക എന്നത് ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന്. അതുകൊണ്ടാണ് ഹോട്ടലുകൾ ഒരേ റൂമിന് ഒരേ പ്രൈസ് വയ്ക്കാത്തത്. വീക്കെൻഡിൽ പ്രൈസ് കൂടും, ഹോളിഡേ സീസണിൽ വീണ്ടും കൂടും. ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൈസ് കുറയും. ഇതിനെയാണ് ഡൈനമിക് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ലക്ഷ്യം കൂടുതൽ ആളുകളെ ആകർഷിച്ച് കൂടുതൽ റൂംസ് ഫിൽ ചെയ്യുക. പക്ഷേ റൂം റെന്റ് മാത്രമല്ല ഹോട്ടലിന്റെ വരുമാനം. റെസ്റ്റോറന്റ്, ബഫേ, സ്പാ, സ്വിമ്മിംഗ് പൂൾ, കോൺഫറൻസ് ഹാൾ, വെഡ്ഡിംഗ് ഈവൻറ്റ്സ്, ലോണ്ടറി, പാർക്കിംഗ്, എയർപോർട്ട് പിക്കപ്പ്, ലേറ്റ് ചെക്ക്ഔട്ട് ഫീസ്, മിനി ബാർ ഇതെല്ലാം ഹോട്ടലിന്റെ അധിക വരുമാന മാർഗങ്ങളാണ്. അതുകൊണ്ട് ചിലപ്പോൾ റൂമിൽ പ്രോഫിറ്റ് കുറവാണെങ്കിലും മറ്റു സർവീസസിൽ നിന്ന് മികച്ച പ്രോഫിറ്റ് ലഭിക്കും. ഇനി മറ്റൊരു രസകരമായ കാര്യം, പല ഹോട്ടലുകളും ബുക്കിംഗ് വെബ്സൈറ്റുകളായുള്ള പങ്കാളിത്തത്തിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിന് നേടുന്നു. അതേസമയം സ്വന്തം വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്കിംഗ് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് നൽകി കമ്മീഷൻ ചെലവ് കുറയ്ക്കുകയും ചെയ്യും. അതായത് റൂം വാടക മാത്രമല്ല, ഓരോ ബുക്കിംഗിൻ്റെയും പിന്നിൽ ഒരു സ്ട്രാറ്റജിയുണ്ട്. ഇനി ഒരു ബിസിനസ് ലെസൺ. വിജയകരമായ ബിസിനസ്സുകൾ ഒരൊറ്റ വരുമാന മാർഗത്തെ ആശ്രയിക്കില്ല. അവർ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉണ്ടാക്കും, റിസ്ക് കുറയ്ക്കും, പ്രോഫിറ്റ് കൂട്ടും. അതുകൊണ്ടാണ് അവർ ദീർഘകാലം നിലനിൽക്കുന്നത്. ഓർക്കുക, ഒരു ഹോട്ടൽ യഥാർത്ഥത്തിൽ വിൽക്കുന്നത് ഒരു റൂമല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. കംഫർട്ട്, സേഫ്റ്റി, സർവീസ്, കൺവീനിയൻസ് ഇവയ്ക്കാണ് ആളുകൾ പണം നൽകുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം പറയണം. ഇന്ന് നമ്മുടെ വെൽത്തിഫൈ കുടുംബം 100 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കി. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ എന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചാനലിൽ ഞാൻ ശ്രമിക്കുന്നത് എല്ലാവരും ചെയ്യുന്ന സാധാരണ ഫൈനാൻസ് വീഡിയോസ് അല്ല, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ബിസിനസിന്റെ പിന്നിലെ രഹസ്യങ്ങൾ, മണി സൈക്കോളജി, യഥാർത്ഥ ബിസിനസ് മോഡൽസ്, ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഇത് തുടക്കം മാത്രമാണ്. ഇനിയും ഇതിലും മികച്ച ക്വാളിറ്റിയിലും കൂടുതൽ യുണീക്കായ വീഡിയോസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നന്ദി. ഇതുപോലുള്ള ബിസിനസ്, ഫൈനാൻസ്, ഇൻവെസ്റ്റിംഗ്, മണി സൈക്കോളജി വീഡിയോകൾക്കായി വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.